സുധീർഷ വാമനപുരത്തു നിന്നാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇലക്ഷൻ കൗണ്ടിങ് ഡേയിൽ ഞാനും ആഷ്മിയും അസിതയും ഞങ്ങളിങ്ങനെ നിന്ന് സംസാരിക്കേണ്ടതിൽ ഞങ്ങൾ വാവിട്ട വാക്കാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ പറയുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നീട് ഞാനത് ആലോചിച്ചപ്പം അതാണ് അതിൻ്റെ ശരി. അതായത് മലയാളി വോട്ടർമാരെന്ന് വെച്ചാൽ ഇത്രയും ഔചിത്യബോധമുള്ളവർ, അതായത് അവർക്കറിയാം ആരെ വീട്ടിലിരുത്തണം, ആരെ നിയമസഭയിൽ അയക്കണമെന്ന്. വാമനപുരത്തും അതാണോ സംഭവിച്ചത്? ആ തിരിച്ചറിവിൻ്റെ ഒരു പ്രതികരണമാണോ? തീർച്ചയായും 50 വർഷങ്ങൾക്ക് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് KSU ഭാരവാഹിയായിരുന്നു. ഇക്ബാൽ കോളേജിലെ KSU യൂണിയൻ എല്ലാവരെയും പോലെ യൂണിയൻ ഭാരവാഹിയായി തുടങ്ങിയതാണ്. KSU ജില്ലാ ഭാരവാഹിയായി, പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഗവൺമെന്റിനെതിരെയുള്ള നിരന്തരം, തിരുവനന്തപുരം ആണല്ലോ അതിൻ്റെ ഒരു തലസ്ഥാനം, ഇപ്പൊ നിരന്തര സമരങ്ങൾ, നിരന്തര സമരങ്ങൾ, ജയിൽവാസം, ഒരുപാട് പോലീസിന്റെ മർദ്ദനം, അതൊക്കെ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പോൾ കേസ് ഒരു 150ഓളം കേസ്, 150 പുറത്ത് കേസ്. അറിയാമോ, പാറശാലയിൽ തുടങ്ങി കാസർഗോഡ് വരെ കേസുണ്ട്. ഞാൻ മരിച്ച് 10 വർഷം കൂടെ കഴിഞ്ഞാലും തീരാത്ത കേസുണ്ട്. ഡിഫമേഷൻ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമില്ല നമ്മൾ പറയുന്നത്. അതിലും വലിയ അതുകൊണ്ട് എൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഗവൺമെന്റിനെതിരെ നിരന്തരമായി സമരങ്ങൾ നയിച്ച് ഒരുപാട് പോലീസിന്റെ ക്രൂര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ, കാര്യമായിട്ട് തല്ലുണ്ടോ? ഒരുപാട് തല്ലിനൊന്നും ഒരു കണക്കില്ല, ശീലമായത്. അപ്പോൾ അവരുടെ കൂടെ വിജയമാണ്. പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യത്തിലും UDF 100-ലധികം സീറ്റ് നേടി വിജയിച്ചപ്പോഴും ആ മണ്ഡലം 50 വർഷക്കാലമായി LDFിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ഉത്തരവാദിത്തം കൂടുതലാണ്. ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണം. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതൊരു വലിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.